സാറേ, ഞാൻ തളത്തിൽ ശ്രീനിവാസൻ, KSRTC ഡിപ്പോ മാനേജരാ. തളത്തിൽ ദിനേശന്റെ ആരായിട്ട് വരും? അതാരാ? ആരുമായിട്ട് പറ. എന്റെ സാറേ, ആറ്റ് നോറ്റിരുന്ന എന്റെ ഭാര്യ ഗർഭിണിയായത്. കൺഗ്രാറ്റുലേഷൻസ്. ശ്രീനിവാസൻ ഭാഗ്യവാനാണല്ലോ. അത് പറയാനാ സാറേ ഞാൻ വന്നത്. അർഹിക്കാത്ത ഒരു ഭാഗ്യവും എനിക്ക് വേണ്ട സാറേ. അത് എന്റെ കുഞ്ഞല്ലെന്നേ. തന്റെ കുഞ്ഞല്ലെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? സാറേ, തൃശ്ശൂർ ടു പോര് റൂട്ടിലെ ഡ്രൈവറാ വസന്തൻ. വസന്തന്റെ ലാസ്റ്റ് ചാൽ എന്റെ വീട്ടിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി സാറേ. താൻ രാത്രി വീട്ടിലെത്തുമ്പോ എത്ര മണിയാവും? രാത്രി പാതിരിയാവും സാറേ ഞാൻ ഡിപ്പോയിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പോഴേക്ക് പോരും കഴിഞ്ഞ് അവൻ പോയി കഴിഞ്ഞിരിക്കും. സുഗുണൻ സാക്ഷിയാ. ആരായി സുഗുണൻ? ഡാമിലെ നൈറ്റ് വാച്ചറാ. താനിത് എങ്ങോട്ടാ പോകുന്നത്? അയ്യോ സോറി, സത്യസന്ധനാ. രാത്രി കൃത്യം 6 മണിക്ക് തന്നെ ജോലിക്ക് വരും. ഞാനേ KSRTCയാ. വഴിയിൽ ആര് കൈ കാണിച്ചാലും നിർത്തുന്ന പ്രൈവറ്റ് ബസ്സിൽ എനിക്ക് കയറണ്ട. എനിക്ക് ഡൈവോഴ്സ് വേണം. എന്നിട്ട് വേണം വേറൊരു കല്യാണം കഴിക്കാൻ. ഇനി ഒരു പതിവ്രതയെ തന്നെ ഞാൻ കെട്ടു. നമ്മൾ രാത്രി ഡിപ്പോ പൂട്ടി വരുമ്പോ പൂമുഖത്ത് ഒരു ഗ്ലാസ് ഹോർലിക്സുമായിട്ട് അവളെ കാത്തു നിൽക്കണം. ഒരു ഗ്ലാസ് ബൂസ്റ്റ് ആയ കുഴപ്പമുണ്ടോ? ഏതായാലും എനിക്കൊരു ബൂസ്റ്റിന്റെ കുറവുണ്ട്. സാറിന് മനസ്സിലായോ? എല്ലാം എനിക്ക് മനസ്സിലായോടോ. ഓ ശ്രീനിവാസ, താൻ ബെഡ്റൂമിൽ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു പോയ ഒരു പഴയ ലൈലാൻഡ്. അവളാണെങ്കിൽ വോൾവോ. ഭാര്യയാണെ ഒരു നാണൊക്കെ വേണ്ടേ സാറേ? അത് ആസത്തിനില്ല. വേണമെന്ന് ഒരു മാരേജ് ആക്ടിലും പറഞ്ഞിട്ടില്ല. എടോ, സെക്സിൽ ഭർത്താവ് ആക്റ്റീവ് പാർട്ട്ണറും ഭാര്യ പാസീവ് പാർട്ട്ണറും ആയിരിക്കും എന്ന് പറയുന്നതൊക്കെ പഴയ വാത്സ്യായനം തിയറിയ. ലെവൽ ഓഫ് ആക്ടിവേഷൻ ഭാര്യയ്ക്ക് ഇത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ അവൾ ഉടനെ പിഴ, കുലട, വസന്തൻ, ജാരൻ. എടോ, നൈറ്റ് ഡ്യൂട്ടിക്ക് പോയവൻ തന്റെ ഭാര്യയുടെ ജാരനെ എങ്ങനെയാടോ കാണുന്നത്? അല്ല, അത് പോരിൽ തോറ്റവന്റെ വെറും തോന്നല തന്റെ വസന്തനും സുഗുണനും ഒക്കെ. താനുണ്ടാക്കിയ കഥാപാത്രങ്ങൾ ശരിയല്ലേ? ഇങ്ങോട്ട് നോക്കണം. തന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് തന്നെ എന്താ വിളിക്കുന്നേ? അച്ഛാന്ന്. പിന്നെ എന്തിനാണോ ഡൈവോഴ്സ്? മാഡം, ഇവിടെ നിന്നാണ് രാജുവിന്റെ ബോഡി കിട്ടിയത്. ക്രൈം സീനിൽ നിന്ന് വല്ല എവിഡൻസും കിട്ടിയോ? ഒരു ആംസ്ട്രിങ് കിട്ടിയിട്ടുണ്ട്. ആ ചെക്കൻ സ്നേഹിച്ച പെണ്ണിന്റെ ആങ്ങളമാര് കൊടുത്ത കൊട്ടേഷനാ. നോ, കില്ലർ ഇസ് എ വുമൻ. എന്റെ ശ്രീനിവാസ, പതിവ്രത എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി എന്നല്ല അർത്ഥം. ഏതൊരു ഭാര്യയുടെയും ആഗ്രഹം അവളുടെ ഭർത്താവിനെ ഒരു ഹീറോ ആയിട്ട് കാണാനാ. അറ്റ്ലീസ്റ്റ് അവളുടെ മുമ്പിലെങ്കിലും. അപ്പൊ ഡൈവോഴ്സ് വേണോ? വേണ്ട സാറേ, ആ മോൻ എന്നെ അച്ഛാന്ന് വിളിച്ചോട്ടെ. നോക്കുന്ന സ്കൂളില്ലേ? ഇവളുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ മരിച്ചു. ഇവിടെ ഫ്ലാറ്റിൽ വന്നപ്പോ വാസുക അവിടെ ഇല്ല. ഞാൻ കുറെ ട്രൈ ചെയ്തൊക്കെ കിട്ടിയില്ല. ഇനിയിപ്പോ ഒളിച്ചോടി എങ്ങാനും പോയോ? ഇതാണോ സാറിന്റെ പതിവ്രത? എണീറ്റ് പോടും. അമ്മ എവിടെ പോയതായിരിക്കും? ഒന്ന് വാ. ചേട്ടൻ പോകുമ്പോ വൈഫിന്റെ നമ്പർ ഒന്ന് തരണം. അതെന്തിനാണോ? ചെറിയ കാര്യം എനിക്കെന്തിനാ എന്റെ ഭാര്യയുടെ നമ്പർ? ഞാനിതുവരെ വോൾവോ ബസ്സിൽ കയറിയിട്ടില്ല. ഞാൻ പതിവ്രതയാണെന്ന് അയാൾക്ക് എങ്ങനെ മനസ്സിലായി ലൂച്ച? ഇപ്പൊ ഫോൺ ഓഫായി. ഈ പുറത്തു പോകുമ്പോ വാസുവിക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? കൃത്യം 10:30 തന്നെ ഇവളുടെ പ്രിൻസിപ്പൾ തട്ടിപ്പോകുന്ന അവൾ അറിഞ്ഞു. അമ്മയ്ക്ക് ഒരു ലൈൻ ഉണ്ട്. ഷോറാ. കഴിവറോളെ, എന്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ലൈനേ നിന്റെ തന്തയ്ക്കാ. ചുറ്റിക്കളി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. പക്ഷെ പുറത്തങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ലൂച്ച, നിങ്ങൾ ഫുൾ ആവാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് റിവെഞ്ച് ചെയ്യണം. നിങ്ങൾ വാസുകിനെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്നെ കെട്ടിക്കോ. ഇറങ്ങടി, ഇറങ്ങടി കുരിശേ. നിന്നെ പിന്നെ കെട്ടി എന്നെ വേണം പറയാൻ. പിന്നിലല്ലോ, മുന്നിലല്ലേ? എവിടെയാണെങ്കിലും ഇറങ്ങി. ഇവിടെ ഒരു ടാക്സി പോലും കിട്ടില്ല. ഭയങ്കര വെയിലാണ്. നടന്നു വന്നാ മതി. ഞാൻ തമാശക്ക്. നിനക്കെന്താണ് എന്റെ വൈഫിനോട് ഒരു പുച്ഛം? ദേഷ്യം എനിക്ക്. എന്റെ അമ്മ ഇന്റലിജന്റ് ആവണമെന്നാ എന്റെ ആഗ്രഹം. അത് വിട്. വലിയ ഡിഗ്രി ഒന്നും ഇല്ലെങ്കിലും അഗതാ ക്രിസ്റ്റിയേക്കാളും കാഞ്ഞ ബുദ്ധിയാവും. ആ കുരുട്ടി ബുദ്ധി കണ്ടല്ലേ ഞാൻ അവളുടെ ഫാനായത്. എന്ത് പറഞ്ഞാലും ഒരു തമാശ. പപ്പ ശ്രദ്ധിച്ചോ? ഈയിടെയായി അമ്മ ഒട്ടും കൂളല്ല. പഴയ ക്ലെൻലിനെസ് ഒക്കെ എവിടെ പോയി? വാഷ് ചെയ്ത ഡ്രസ്സൊക്കെ എന്റെ റൂമിലിട്ടാണ് ഉണക്കുന്നത്. എന്തൊരു ബാഡ് സ്മെല്ലാ എന്റെ മുറിയില്. ഇങ്ങനൊന്നും ആയിരുന്നില്ല എന്റെ അമ്മ. നീ എന്തായി കാണിക്കുന്നേ? അലക്കിയതും കഴുകാനും ഒക്കെ ഉണക്കാനുള്ള ടെറസ് അവിടെ കൊണ്ട് വിരിച്ചൂടെ? ടെറസ് ഫുള്ളോ? സൗകര്യം കെടുത്താ ഒന്ന് പോകുന്നുണ്ടോ? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ടെറസ് നമ്മുടെ മാത്രം സ്വന്തം അല്ലല്ലോ.
അക്രോഫോബിയ. വാട്ട്? അത് മനഃശാസ്ത്രം ചുക്കോ ചുണ്ടാമെന്നറിയാത്ത നിന്നോട് ഞാൻ എടീ ഉയരത്തിനോടുള്ള ഭയം അതാ സംഭവം. ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഛെ, അതിനും മാത്രമൊന്നുമില്ല. അങ്ങനെ ചികിത്സിക്കാൻ പോയാൽ പിന്നെ അതിന് മാത്രം നിരം കാണുമോ? എല്ലാവരുടെ മനസ്സിലും കാണും ഇങ്ങനെ ചില തമാശകൾ. ഇനി നീ ഇത് ആരോടെങ്കിലും പറഞ്ഞ് മമ്മിയെ നാറ്റിക്കാൻ നിൽക്കണ്ട. മമ്മിയോട് ചോദിക്കാൻ വേണ്ട. ഓക്കെ? ഓക്കെ. നിന്നെ ഫ്ലാറ്റിലാക്കിയിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണം. എങ്ങോട്ട്? ഇന്ന് മലയാള മാസം 15 മാസം അവിടെ കാണും. ഫോൺ സൈലന്റ് ആക്കിയല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി ഇന്നിവിടെ കളി കാണുമെന്ന്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പട്ടിണിയാ കേട്ടോ. ടിഫിൻ ബോക്സിലൊന്നും ഇല്ലായിരുന്നു. ഒന്ന് പറഞ്ഞിട്ട് പോകായിരുന്നില്ലേ? മോളാകെ പേടിച്ചു പോയി. ലൂയിസേ, വീടിന്റെ ഐശ്വര്യം വൃത്തിയും ശുദ്ധിയുമുള്ള ഭാര്യയാണ്. സോക്രട്ടീസിന്റെ നരകം വൃത്തിയില്ലാത്ത ഭാര്യയായിരുന്നു. ഒമർ ഖയ്യാമിന്റെ സ്വർഗം എന്നും പനിനീര് കുളിക്കുന്ന ഭാര്യയും. എന്റെ ശാപം കുളിയും തേവാരവുമില്ലാത്ത ഭാര്യ. വായ്നാറ്റം സഹിക്കാൻ വയ്യ. ഡിവോഴ്സാണ് വേണ്ടത്. അല്ല, വക്കീലിനെ മനസ്സിലായില്ലേ? ഞാനാ മണ്ടോദരി രഘു. മണ്ടോദരി രഘു ഒന്നും മിണ്ടാതിരിക്കുവോ? വക്കീലും കേസും ഒക്കെ കോടതിയിലാ. ഞാനിവിടെ എൻ്റെ ഭാര്യ. നമ്മുടെ ചീഫ് ഗസ്റ്റ് DCP ജീനാബായി എത്തിക്കഴിഞ്ഞു. നമ്മൾ കാത്തിരുന്ന രാവണ വേഗം ചെല്ലു മണ്ടോദരി, രാവണൻ വെയിറ്റ് ചെയ്യുന്നു. ചെല്ലു. എന്നാ ശരി. ഹാളിന് പുറത്ത് നിൽക്കുന്നവർ എത്രയും വേഗം അകത്തേക്ക് കടന്നിരിക്കുക. We have identified the killer. She is in our radar now. അറസ്റ്റ് നാളെ നടക്കും. ഇന്നൊരു ദിവസം കൂടി. Today is the only day for her. Sorry, ഞാൻ അല്പം ലേറ്റ് ആയി. മിസ്റ്റർ ബാബുരാജ്, എവിടെ തന്നെ വക്കീൽ? എനിക്കിങ്ങനെ വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. ഐ വോണ്ട് ഡിവോഴ്സ്. ഡിവോഴ്സ് മാത്രമല്ല, സെക്കൻഡ് ഹണിമൂണിനുള്ള ടിക്കറ്റ് വരെ ഞാൻ തരാം. പോരെ? സ്വാമി പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കേസ് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നെനിക്കറിഞ്ഞൂടെ. എന്നാലും ഞാൻ ഈ കേസ് ജയിക്കും. ലൂയിസാറേ, വരുന്ന ബാബുരാജെ. റോമോസ്, ഞാൻ 50,000 രൂപ വാങ്ങിച്ചതിന് സാറിനോട് പറഞ്ഞിട്ടെ. സ്വാമി പോയി രാവണചരിതം കാണും. എന്താ ഇവിടെ ഒന്ന് സെൻഡ് ആയിട്ടൊക്കെ നിൽക്കും. അങ്ങനെയൊന്നുമില്ല. ഈ പിരി ലൂസായ കേസൊന്നും എടുക്കണമെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. പക്ഷേ കക്ഷി കോടീശ്വരനാണ്. പ്ലീസ്. വൈഫ് തന്നെ ചീറ്റ് ചെയ്യുന്നത് താൻ എന്നോട് പറഞ്ഞാൽ പോരാ. കോടതിക്ക് എവിഡൻസ് വേണം. അതുകൊണ്ടോ ഇല്ല? എവിഡൻസ് ഉണ്ടായിക്കൊണ്ട് വാ. വേണമെങ്കിൽ ടെക്നോളജി ഞാൻ പറഞ്ഞുതരാം. സാർ ഓളെ പോലെ ഞാനൊരു ഫൂൾ ആണെന്നാണോ വിചാരിച്ചത്? നെവർ. യു ആർ എ വെരി ഇന്റലിജന്റ് ടെക്കി. സാർ, എൻ്റെ വൈഫിൻ്റെ ബിറ്റ എവിടെ കാണിച്ചേ? ഓ കർത്താവേ, ഇത് തൂഫാൻ. എന്ത് ക്ലാരിറ്റിയാ. താനാരുടെ അമൽ നീരതോ? പക്ഷെ സ്ലോ മോഷനിൽ എടുത്തിട്ടില്ല. എൻ്റെയും ടോമിനിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഈ കൃഷ്ണൻ. ടോമിനി പേരിൽ തന്നെ ഉണ്ട് ഒരു ടോ. ഇൻഫോ പാർക്കിൽ ഞങ്ങൾ ഒരു കമ്പനിയില്ല സാറേ. എനിക്ക് നൈറ്റ് ഷിഫ്റ്റും അവർക്ക് ഡേ ഷിഫ്റ്റും. അവളുടെ ഓവർ ആക്ടിങ് കണ്ട് സംശയം തോന്നിയിട്ടാണ് ഞാൻ ബെഡ്റൂമിൽ ക്യാമറ വെച്ചത്. ആരായി ആർട്ടിസ്റ്റ്? കലാക്ഷേത്ര വാസുകി. സ്ത്രീകൾ രാവണവേഷം കെട്ടാറില്ല. വാസുകി കഴിഞ്ഞാൽ പിന്നുള്ളത് നമ്മുടെ തൃപ്പൂണിത്തുറ രഞ്ജിനിയാ. ലോകത്ത് ഒരു ഭാര്യയും ചെയ്യാൻ പാടില്ലാത്ത ചതിയാ അവൾ എന്നോട് ചെയ്തത്. ഇതിനൊക്കെ എന്ത് തെറ്റാ സാറേ ഞാൻ ചെയ്തത്?